ഇത് കണ്ടോ, ഈ ജാക്കറ്റ് മോളെടുത്തിട്ടോ. ഇനി നിനക്കും നല്ല പവർ കിട്ടും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റെ ശ്രദ്ധ തിരിക്കണം മോളെ. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഓക്കേ അപ്പൂപ്പ. എമിലി, ഗിയറിന്റെ ചാർജിംഗ് സ്ലോട്ടില് ഒരു റെഡ് ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റ്. ഓക്കേ. ഇതൊരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ല. ഞാനും വീറും തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അപ്പൂപ്പ, എനിക്ക് എന്താ പറ്റിയത്? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എല്ലാം പൊട്ടി തകർന്ന് കിടക്കുന്നത് എന്താ? വെൽക്കം ബാക്ക് വീർ. എമിലി, നീ വളരെ ധീരതയോടെ വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അല്ല, എന്താ സംഭവിച്ചത്? അതാദ്യം പറയേ. ആദ്യം ആ വീറിന്റെ അപ്പൂപ്പനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അയാളാണ് പുതിയ ഐഡിയ കൊടുത്ത് വീറിനെ രക്ഷിക്കുന്നത്. എങ്കിൽ ബോസ്, അയാളുടെ ബ്രെയിനിലുള്ള ഐഡിയാസ് നമുക്ക് മോഷ്ടിച്ചെടുത്താലോ? കറക്റ്റ് മോണ, യു ആർ എ ജീനിയസ്. പ്രേം സഹായിയുടെ ബ്രെയിനകത്തേക്ക് ഞാൻ ചെന്ന് അയാളുടെ മൊത്തം ഐഡിയാസും ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരും. പക്ഷേ ബോസ്, അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ഇതാ കേട്ടോളൂ. ബോസ്, എങ്കിൽ പിന്നെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. സർ, ഞാൻ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സർ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പെറ്റ്സ് കൺട്രോളിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കോ ബ്രെയിൻ സഹായി, നിന്റെ ഈ ബ്രെയിൻ വെച്ച് ബോസ് എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അല്ല അപ്പൂപ്പ, നമ്മുടെ അപ്പൂപ്പന് എന്താ പറ്റിയേ? വീർ, അപ്പൂപ്പൻ ബോധം കെട്ട് കിടക്കുക. എന്താ പറ്റിയത്? ഷെടാ, അപ്പൂപ്പ, അദ്ദേഹം അബോധാവസ്ഥയിലാണല്ലോ. അദ്ദേഹത്തിന് എന്താ പറ്റിയത്? ചിണ്ടൂരെ നമുക്ക് വിളിക്കാം. ചിണ്ടു! എന്തു പറ്റി വീർ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഓ, അല്ല, ഞാനിപ്പോ എവിടെയാ? എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ പോണല്ലോ. അല്ല ചിണ്ടു, ചിണ്ടു, കാറ്റ് ആഞ്ഞടിച്ചത് കൊണ്ട് ജനല് ചിണ്ടുവിന്റെ മുഖത്ത് തട്ടിക്കാണും. അതുകൊണ്ടാവും അവൻ അങ്ങനെ സംസാരിച്ചത്. ഇനി ഇത് മാഡ് മാക്സിന്റെ ചതിയാണോ? യെസ്, ഇതാണ് ആ പവർഫുൾ ബ്രെയിൻ. ഇനി ഇത് വെച്ച് ഞാൻ കളിക്കാൻ പോവുകയാണ്. എന്റെ ഹോളോഗ്രാഫിക് ഇമേജസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രേം സഹായിയുടെ എല്ലാ ഐഡിയയും എന്റെ കൈക്കലാകും.
പിന്നെ പ്രേം സഹായുടെ ഐഡിയാസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ അയാൾക്ക് ഒരിക്കലും വീറിനെ രക്ഷിക്കാനും ആവില്ല. Yes. Now move to action. എന്റെ പുതിയ കണ്ടുപിടുത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ഫുർസത് ഗഞ്ചിനെയും വീറിനെയും എന്റെ വഴിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കും ഞാൻ. ബോസ് യു ആർ ജീനിയസ്. പക്ഷെ ബോസ്, നിങ്ങളുടെ കണ്ടുപിടുത്തം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ആട്ടെ, നിങ്ങൾ എന്താ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് നിനക്ക് കാണണമല്ല, എന്നാ പിടിച്ചോ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണല്ലോ. പക്ഷെ എനിക്ക് കാണാനേ പറ്റുന്നില്ല. പക്ഷെ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ബോസ്? യെസ്, ഇത് ഞാൻ ഇൻവിസിബിൾ പവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്പാണ്. ഇതിൽ പവർ ഉണ്ടടാ. ഇത് ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് ആരെ വേണമെങ്കിലും ഇൻവിസിബിൾ ആക്കാൻ പറ്റും. ആരെ വേണമെങ്കിലും എനിക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റുമെടാ. ഇത് നോക്ക, ഇതിന്റെ പവർ ഒന്ന് നോക്കടാ. ബോസ്, ആ ഇൻവിസിബിൾ എയർക്രാഫ്റ്റ് ശരിക്കും ഇത് കലക്കി മറിച്ച് സർവനാശം ഉണ്ടാക്കുന്ന ലക്ഷണമുണ്ട്. ഈ പ്രാവശ്യം വീർ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അപ്പൂപ്പ, ക്യാരറ്റിന് ഭയങ്കര വിലയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട് മേടിക്കാം. വേണ്ട, എനിക്ക് ക്യാരറ്റ് തന്നെ വേണം. എനിക്ക് ക്യാരറ്റ് തന്നെ വേണം. ഞാൻ ക്യാരറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എന്താ സംഭവിച്ചത്? ഈ മുള്ളുകളുള്ള ബോള് ഇപ്പൊ ഇത് പെട്ടെന്ന് എവിടെന്നാ വന്നത്? ദേ അത് കണ്ടോ? ആ ബോളിനെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വെച്ച് ആരോ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. ഓടിക്കോ. അങ്ങോട്ട് നോക്ക്. അയ്യോ അയ്യോ, അമ്മേ രക്ഷിക്കണേ. അയ്യോ, ആ ബോൾ വണ്ടിയെ പൊക്കിക്കൊണ്ട് പോവാൻ ചെയ്തല്ലോ. തീർച്ചയായും അത് മാഡ് മാക്സിന്റെ ചതിയാന്ന് തോന്നുന്നു. അപ്പൂപ്പ അത് കണ്ടോ? വീണ്ടും ആ ബോൾ ആകാശത്തിൽ കാണുന്നുണ്ട്. വണ്ടി ഇപ്പോൾ അപകടത്തിലാണ്. അപ്പൂപ്പ, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. രക്ഷിക്കണേ. റോബോബോയ് സ്യൂട്ട് ഓൺ. റോബോബോയ് സ്യൂട്ട് ഓൺ. രക്ഷിക്കണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അയ്യോ അമ്മേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വീർ വീർ, നീ അപ്പൊ ഡോക്ടർ പ്രേം സഹായുടെ കഥ അവസാനിപ്പിച്ചു അല്ലേ? വെരി ഗുഡ്. എടാ, ഞാൻ അറ്റിംബക്ടുവിനെ പോലെ മണ്ടനല്ല. എനിക്കിത് നേരത്തെ മനസ്സിലായി. ഞാനും നീയും തമ്മിലുള്ള ബന്ധം കട്ടായപ്പോഴേ എനിക്ക് മനസ്സിലായെന്ന്. നിന്റെ ഉള്ളിൽ നിന്ന് ആ ചിപ്പ് ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ വേറെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സിലാക്കാൻ പോകുന്നത് ഇനി നീയാണ് വീർ. ഇതോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കാം.
നിന്റെ ഈ കളി ഞാൻ അവസാനിപ്പിക്കും വീർ. ബോസ്, നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കില്ല ബോസ്. നമ്മളിപ്പോ ഇവിടുന്ന് ഒളിച്ചോടുന്നതായിരിക്കും നല്ലത് ബോസ്. നീ എന്നെ കരിച്ചു കളഞ്ഞുവല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്നെ കൂടെ കൊണ്ടുപോ ബോസ്. കാലേ ബോസേ!